ഗുഡ് മോർണിംഗ്. ഇപ്പം ശരിക്കും നേരം വെളുത്തിട്ടോ. നമ്മൾ രാത്രിയിലെ വ്യൂ ആയിരുന്നല്ലോ കണ്ടത്. ഇപ്പം രാത്രി 2:30 ആട്ടോ. ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് എഴുന്നേറ്റതാണ്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ജസ്റ്റ് പുറത്ത് ഇത് കാണിച്ചു തരാമെന്ന്. എല്ലാവരും നല്ല ഉറക്കമാണേ. നട്ടപ്പാതിര 2:30 ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, രാത്രി 2:30 പറഞ്ഞ വിശ്വസിക്കുമോ? ഇതാണ് നമ്മുടെ ഫിൻലൻഡ് സമ്മർ. ക്ലൗഡി ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ നല്ല സൺലൈറ്റ് ഉണ്ടാവണതാണ്. പിന്നെ ഡോറും ഇതൊക്കെ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നതുകൊണ്ട് ഇരുട്ടാണ്. നമ്മുടെ റൂമിൽ നല്ല ഇരുട്ടാണ്, എല്ലാവരും നല്ല ഉറക്കമാണ്. പിള്ളേരുടെ റൂമിൽ ഇച്ചിരി കൂടെ കട്ടമുണ്ട്, പക്ഷെ അവർ കണ്ണടച്ച് കിടന്നുറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കൊച്ചുറങ്ങുവാണ്. ആളു ഇവിടെ ഇച്ചിരി കൂടി ഇരുട്ടുണ്ട് കേട്ടോ. ചക്കയും ചൂണിക്കുട്ടിയും കിടക്കുന്നിടത്ത്. എന്താല്ലേ രാത്രി 2:30. വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനെക്കുറിച്ചൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തവർക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും അല്ലേ. ഇന്ന് നല്ല സണ്ണിയാണേ. അപ്പോൾ നമ്മൾ സേനിയോക്ക് ഇവിടെ നിന്നൊരു 1 മണിക്കൂറോളം യാത്രയുണ്ട്. പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് അവർ ഇത്രയും ഹാപ്പി ആയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നേക്കുന്നത്. രാവിലെ തന്നെ മറ്റേ ഡിഷ് വാഷറിൽ നിന്ന് പാത്രങ്ങൾ എടുത്തു വെക്കാനായിക്കോട്ടെ, ഭയങ്കര രാവിലെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഡേ. പിള്ളേരെല്ലാം എന്നെ ഉത്സാഹത്തിലാണ്. ഞാൻ നോക്കുമ്പം എല്ലാവരും റെഡി ആയിട്ട് വന്നേക്കുവാണ്. ഞാൻ ഉറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. ഉറക്കം ഇന്നലെ രാത്രിയിൽ ഇച്ചിരി വശവശരായിരുന്നു എസ്കോട്ടിയുടെ കൂട്ടത്തിൽ. അപ്പം രാവിലെ ഒരു 8 മണി തൊട്ട് 9 മണി വരെയാണ് എനിക്ക് നല്ലതായിട്ടൊരു ഉറക്കം കിട്ടിയത്. പക്ഷെ 6 മണിയായപ്പോഴേക്കും ചക്കി വന്നു, 6:30 ആയപ്പോഴേക്കും ജോണിക്കുട്ടി വന്നു, 7 മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മാള് വന്നിട്ട് കൊച്ചിനെ കൊണ്ട് ഡയപ്പറൊക്കെ മാറ്റി. അതായത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഡേ. അടിപൊളി. ഞാൻ ഇന്നും കൂടെ ഉണ്ട് കേട്ടോ ഡബിൾ ഷിഫ്റ്റ്. അപ്പം നാളെ തൊട്ടൊരു 3 ദിവസത്തേക്ക് ഓഫ് ഉണ്ട്. പക്ഷേ നാളെ എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ വെയിറ്റ് ലോസ് ജേർണി ചെയ്യുമ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊമൻസിൽ നിന്നൊക്കെ കിട്ടുന്ന ഐഡിയാസ് ആട്ടോ ഓരോരുത്തരും നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഇങ്ങനെ ഫേസ് മസാജിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നാളെ അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു പ്ലാനുണ്ട്, ഫുൾ ഫാമിലി ഒരുമിച്ച്. കാരണം ഇച്ചാൻ ഫ്രീ ആണല്ലോ അങ്ങനെ. അപ്പം ഇപ്പം നമ്മൾ തന്നെയാണ് പോകുന്നത്. മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചാനെ ഡബിൾ ഷിഫ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെ പണി മാത്രം ചെയ്ത് അല്ലെങ്കിൽ ചുറ്റും ഇതിലൊക്കെ നടന്ന് ഇരിക്കുമ്പോഴേക്കും പിള്ളേർക്ക് ആ ഒരു വെക്കേഷൻ ഫീൽ ഉണ്ടാവില്ല. ഈവൻ എനിക്കാണെങ്കിലും ഒരു സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്കേഷൻ ഇത്രയും ദിവസം വെറുതെ അങ്ങ് പോവുകയാണല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ചുമ്മാ ഒരു ട്രിപ്പ് പോലെ ഞാനും പിള്ളേരും കൂടെ അവിടം വരെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും 1-2 കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാം. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ടൈം നല്ല വർക്ക്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വെക്കേഷൻ ആണല്ലോ, വെക്കേഷൻ മൂഡ് വേണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു ബ്രെഡിൻ്റെ സംഭവമാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് പെസ്റ്റോ സാലഡൊക്കെ ഇട്ടിട്ടുള്ള തൊർത്താനോ എന്നാട്ടോ ഫിനിഷിൽ ഈ ബ്രെഡിൻ്റെ പേര്. അപ്പം ഒരു ചീസിൻ്റെ ഫ്ലേവറും സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. കോൺഫ്ലെക്സും സാലഡും ഓരോന്ന് എടുത്ത് പിള്ളേരാ. അപ്പം സ്മൂതി ഉണ്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ. ബ്രെഡ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കുക്കായിട്ട് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. അത്യാവശ്യം സ്നാക്ക് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ലോങ് ട്രിപ്പ് ഒന്നുമല്ല, ഒരു 1 hour ഡ്രൈവേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. ഫുഡ് നമ്മൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അന്യായ കരച്ചിൽ. അവൻ ഒരു വഴിക്ക് ഇറങ്ങണമെങ്കിൽ കയറണമെങ്കിലത്തെ പാട് നോക്കണേ. അവനൊരു ഒരാൾ ശരിക്കും കരയണു, വേറൊരാൾ കരയുന്ന പോലെ ആക്ട് ചെയ്യണു. അപ്പോൾ അതിലെനിക്ക് സംശയം, ഇപ്പോൾ ശരിക്കും കരയണയാണോ? ഒരു വഴിക്ക് ഇറങ്ങണമെങ്കിൽ ചില്ലറ പാടല്ല കേട്ടോ.
എസ്കുട്ടി അത്യാവശ്യം നല്ല കരച്ചിലാണ്. വണ്ടി മൂവ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നിർത്തിയിട്ടതിൻ്റെ കരച്ചിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പം നമ്മൾ എന്താണ്, രണ്ട് കൂട്ടരും ജോലിയിലിരിക്കുമ്പം പിള്ളേരുടെ വെക്കേഷൻ നമ്മൾ വർക്ക്ഫുള്ളായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുമ്പം അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ടുപേരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഒരുമിച്ചൊരു കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് പല കാര്യങ്ങളും മിസ്സാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ആളുടെ കൂട്ടത്തിൽ മാക്സിമം അവരുടെ കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യട്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഇന്നിപ്പോൾ അങ്ങനെ നമുക്ക് മമ്മയുടെ കൂട്ടത്തിൽ പിള്ളേരുടെ ഡേ ആണ്. മാളു സെപ്പറേറ്റ് വേറൊരു മാപ്പൂടെ ഒക്കെ വെച്ച് നോക്കിയിരിക്കുവാണേ. കാര്യം എന്നെ മാളു പപ്പയുടെ കൂടെ പോകണം, അത്രയും ധൈര്യം മമ്മയുടെ കൂടെ വരാനില്ലേ? പിന്നെ ആണോ? കേട്ടോ, ഇപ്പൊ കറക്റ്റ് ആണോ നോക്കിയേ? ഇപ്പൊ കയറി നോക്കിയേ. അത്രേ ഉള്ളൂന്നേ, സിമ്പിൾ. നമ്മളിവിടെ ഡ്രൈവിംഗ് വലിയ ഹാർഡല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലേസ് കണ്ടുപിടിക്കുന്നതും വലിയ പാടല്ല. അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പോകാൻ പറ്റും. എനിക്കോട് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ഇച്ചിരി ഹാർഡായിരിക്കും നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് കണ്ടുപിടിച്ച് ചെല്ലാനൊക്കെ. പക്ഷെ അന്നേരം നമുക്ക് ഹാർഡാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഭാഷയാണ്, നമുക്ക് ചോദിച്ച് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ഭാഷ അറിയില്ലെങ്കിലും അറിയാവേണ്ട ആവശ്യമില്ല. നെറ്റ് ഉണ്ടായാൽ മതി. നെറ്റും അതിൻ്റെ അകത്ത് ഇച്ചിരി ബാറ്ററി ചാർജും ഉണ്ടായാൽ മതി. ഓക്കെ, നമ്മൾ ട്രിപ്പ് പോയി കഴിയുമ്പോഴേക്കും ഫോണും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പാട്ട് കേട്ട് പോകുമ്പം ഇപ്പം എസക്കുട്ടി പാട്ട് വെക്കുമ്പോൾ തന്നെ ഉറങ്ങി പോവേ. അപ്പം ഇപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ആണ് വെക്കുന്നത്. അത് ഇവിടെ ഇപ്പം നമ്മളിവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ലൂപ്പ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല അടിപൊളി പാട്ടുകളായിരിക്കും കേട്ടോ മിക്കവാറും തന്നെ വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ അകത്തൊക്കെ കുറച്ച് ഓൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക റോക്ക് സ്റ്റൈലിലുള്ള പാട്ടുകളും അല്ലേ. നിങ്ങൾക്കും കൂടുതൽ ഇഷ്ടം ലൂപ്പിൽ വരുന്ന പാട്ടുകളല്ലേ? എന്നാ പച്ചപ്പായല്ലേ. നമ്മൾ അപ്പച്ചനും അമ്മാവനും വന്നപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് ഈ വയലിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ ഓർക്കുന്നുണ്ടോ നിങ്ങളാ? ചക്കിയുടെ ഒരു യൂണിക്കോൺ ബേഴ്സ് എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ. അടിപൊളിയല്ലേ? നല്ല സണ്ണി വെതർ നമുക്കായിട്ട് ഇന്ന് ഒത്തു വന്ന പോലെ പോയേ. നമ്മൾ തൊട്ടടുത്തുള്ള സിറ്റിയിലെത്തി, ലാഹിയ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി 6 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ്. ശരി ശരി. പണ്ട് മമ്മയുടെ പരിപാടിയായിരുന്നു, അതാണ്ട് പിള്ളേരുടെ പരിപാടിയായി. നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. ഇനി ഒരു 1 കിലോമീറ്റർ പോയിട്ട് ലെഫ്റ്റ് പോകണം. എനിക്ക് മോർ ടൈം കൊണ്ട് യൂസ് ചെയ്യാം. 11:45 രസമുണ്ടല്ലേ? ബ്യൂട്ടിഫുൾ ആയ പ്ലേസ്. ഓരോ സീസണിൽ എന്ത് രസം, ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടല്ലേ പച്ചപ്പ്. ഇപ്പൊ നല്ല പച്ചപ്പാണ്, തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മഴയായിരുന്നു, ഇന്ന് വെയില്. നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ചെല്ലും അല്ലേ? അപ്പോ നമ്മൾ ഐഡിയ പാർക്ക് എത്തി കേട്ടോ. ഫസ്റ്റ് എക്സിറ്റ് ആണോ? നമ്മളെത്തി. ഇപ്പൊ കൊച്ചിന്റെ ഇത് സെറ്റ് ചെയ്യുക. ഇത് നേരെ അവന് നമ്മൾ നമ്മുടെ നേരെ തിരിച്ചിരുത്തണോ അതേ മുന്നോട്ട്? അവൻ മുന്നോട്ട് നോക്കിയിരിക്കുള്ളൂ. അവന് കാഴ്ച കാണണം. ഇത്രയും നാൾ അവന് പേടിയായിരുന്നു മുന്നോട്ടിരിക്കാൻ. ഇപ്പൊ അവന് ഓക്കെ മുന്നിൽ ഇട്ടാലാണ് ഇരിക്കുള്ളൂ. അതിൻ്റെ ക്ലിക്ക് സൗണ്ട് കേൾക്കണം. എനിക്ക് മമ്മ കേൾപ്പിക്കാം. പ്രസ് ഡൗൺ. പ്രസ് ഡൗൺ. അത് ഓൾറെഡി വന്നു. ക്ലിക്ക് യെസ്, വെരി എസ്തെറ്റിക്കലി നൈസ്. ഇനി എസ്കുട്ടിനെ അതിനകത്ത് കയറ്റണം. നമ്മൾ രാവിലെ കറി പിടിച്ച് പോന്നതാണല്ലോ. അന്നേരം പുറത്തുനിന്ന് എല്ലാം കൊട്ടിക്കളഞ്ഞ് കയറ്റിയതാണ്. പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ച് ഇത് ആ മരത്തിന്റെ പൊടിയൊക്കെ കിടപ്പുണ്ട്. യെസ്കുട്ടി ഇൻറ്റു. യശുക്കുട്ടി എണീറ്റു. ക്ലീൻ ചെയ്ത് തരാം. ലോക്ക് ചെയ്തില്ലേ? അവന്റെ കുപ്പിന്റെ അവന്റെ വാട്ടർ ബോട്ടില് ആ ഡോറിന് സൈഡിലാ. അതും എടുത്തോ. ഫുഡ് മുഴുവൻ തിരിച്ചു നോക്കും. അങ്ങനെ കറക്റ്റിലേക്ക് ഇറക്കി തരാം. കറക്റ്റായിട്ട് ബേബി വന്നു.
അവന് നമുക്ക് ക്രോക്സ് എടുത്താൽ മതിയായിരുന്നു, പക്ഷെ നമ്മൾ ഓൾറെഡി ഷൂസ് ഇരിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് എന്നുവെച്ചാൽ നല്ല ചൂടുണ്ട്. 22 ഇപ്പം ടെമ്പറേച്ചർ പുറത്ത്. ഇങ്ങോട്ട് തിരിഞ്ഞിപ്പോൾ കുറഞ്ഞെന്ന് തോന്നുന്നു. അമ്മ ഇങ്ങോട്ട് 18 ആയിരിക്കും. തണുപ്പ് മൂക്കിന്റെ താഴെയമ്മ പൊട്ട് കാണിച്ചേ, പൊട്ട് പോലെ ഇരിക്കുന്നു എന്നാ. വിശക്കുന്നുണ്ടെന്നാ പറഞ്ഞു. പക്ഷെ നമ്മള് പിള്ളേർ നമ്മൾ ചെന്നിട്ട് ഫുഡ് കഴിക്കുവാണോ ഷോപ്പിംഗ് ആണോ ഫസ്റ്റ്? സോറി, എന്നാ മേടിക്കണമെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചുമ്മാ അതിനേക്കാൾ കൂടുതൽ പിള്ളേരെയും കൊണ്ടൊന്നും അവർക്ക് ഇഷ്ടമാണ് ഷോപ്പിംഗ് സെൻറ്ററിലൂടെ പോകാനും നടക്കാനും കാണാനും ഒക്കെ. അപ്പം മേടിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കറങ്ങാലോ എന്ന് വിചാരിച്ച് വന്നതാട്ടോ. നമ്മൾ കപ്പ് ഹോൾ എന്ന് പറയുന്നൊരു ഷോപ്പിൽ കയറി. അപ്പോൾ ഇങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുക. എസ്കോട്ടീനെ ഇവിടെ ഇരുത്തു മോനെ, ബാ. ഏതാ ജോൺകുട്ടി? ഇച്ചിരി ഫാഷനബിൾ അങ്ങനെ ഡ്രസ്സിൽ പെയിന്റ് ഇരുന്നേക്കുന്ന പോലെ അതൊക്കെയാണ് ഇഷ്ടം. അതൊക്കെയാണ് ജോണിക്കുട്ടിയുടെ ഇഷ്ടം. 18 യൂറോ. അതിൻ്റെ സെറ്റ് എടുക്കുവാണെങ്കിൽ 25 യൂറോ അതിന് തന്നെയോ? ഇവിടെ എന്താണ് സംഭവം? വെള്ളം ഡ്രസ്സേ വീടില്ല. അപ്പം ഈ ചേച്ചിയുടെ കീഴി എടുത്തിട്ടപ്പം അതാരാന്ന് മോള് ബാങ്കിൽ കിടന്നിടുന്നത്. ഇവിടെയാണ് ഇടേണ്ടത്, ഇവിടെ വിൽക്കേണ്ടതാണ്. തിരിഞ്ഞു നോക്കി, പിന്നെ അത് അവിടെ വിൽക്കണ്ടോ? നല്ല രസമുണ്ട്. ഇതിന് വില എന്നാ? അതിൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്താണ്ട് അതിലോട്ട് കൊടുത്തരാം. അപ്പം വെള്ളം കൊടുത്തായിരുന്നോ അവന്? പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൊടുക്കാം. വേണ്ട, ഓക്കെ. ചെരിക്കാതെ വെക്കണേ, ചെരിക്കാതെ വെച്ചപ്പോൾ നേരെ വെക്കാം. ഒരാൾക്ക് ഈ ഷോപ്പിലോട്ട്, ഒരാൾക്ക് ആ ഷോപ്പിലോട്ട്. ഇപ്പം ഞാൻ എന്നെ ചെയ്യും, ഞാൻ ഒരാളും ഉണ്ട്. നിങ്ങൾ ഡിസൈഡ് ചെയ്യേ. ഇപ്പം ഇവനിങ്ങനെ കാമായിട്ടിരിക്കുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ അതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് റൗണ്ട് എടുക്കും, ഞാൻ അപ്പോഴേക്കും വരാം. ഓക്കെ ഓക്കെ. ജോണിക്കുട്ടിയും ചക്കിയും ഈ നോർമലിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറുന്നുണ്ട് അമ്മ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ സീറ്റിലിരിക്കും. അമ്മ ഇപ്പോൾ വരാം. ഓക്കെ, എന്നാൽ അവിടെ ഇരിക്കും. അമ്മ ഇപ്പോൾ വരാം. താങ്ക് യു. ഓ, കോമഡിയാണോ? കുഴപ്പമില്ല. ഇതുണ്ടോ ഒരു സാഡ് ഫേസ് ആണോ? സാഡ് ഫേസ്. അതൊരു സ്കൂളിൽ സ്കൂട്ടി പാടുവാണോടാ നീ? കൊച്ചു നല്ല കരച്ചിലാണ്, അവൻ്റെ സ്ട്രോളർ കെട്ടുന്നുണ്ട്. ഇതിൽ കേട്ടാ ഇവൻ ഇരിക്കുന്നില്ല, ഇവൻ ചാടി ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് വരാം. മാളു, ഫുഡ് കഴിച്ചിട്ട് വരാം. രണ്ട് കയ്യിൽ ബിസ്ക്കറ്റ്, കുപ്പി. കുപ്പി താഴെ പോവാ. ഓക്കെ. നമ്മൾ കോർണറിലിരുന്നു, പക്ഷേ എസക്കുട്ടനെ നമ്മൾ വിൻഡോ സൈഡിൽ ഇരുത്തൂല. കാരണം എന്താണെന്നറിയോ? ഫുഡ് എറിയും. പിസ്സ സെൻറ്ററിലാണ് പിള്ളേരെ കയറ്റിയത്. അപ്പോൾ അവരിത് എടുക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഫ്രഷ് സാലഡ് ഉണ്ട്. അപ്പോൾ ഞാൻ സാലഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നതാ കഴിക്കുന്നത്? ചിപ്സിയാണോ കഴിക്കുന്നത് കുഞ്ഞ്? ആണോ? ഓക്കെ. പിന്നെ ഫ്രഷ് ഫ്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. പഠനം ചെയ്തു കേട്ടോ. എന്നാ ചെയ്തെന്നറിയോ? വെള്ളം തട്ടി താഴെ ഇട്ടു. അങ്ങനെ ഇതൊക്കെ ഇട്ടിച്ച് സൈഡിൽ ഇച്ചിരി കഴിഞ്ഞിരിക്കും. അപ്പം പാക്സ് എന്ന് പറഞ്ഞ ബുഫേ കിട്ടുന്ന പിസ്സയുടെ സെൻറ്ററിൽ തന്നെ കയറിയ, പക്ഷെ അതിൽ സാലഡ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അല്ലേ? എല്ലാ സാധനവും ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് നമ്മൾ ഇത്രയും പേര് ഓർഡർ ചെയ്തതിന് 38 യൂറോസാണ് ആയത്. എന്നാ പറഞ്ഞ സാലഡ് സൈഡിലെടുത്തല്ലേ? എൻജോയിങ് ആണോ? എൻജോയിങ് ആണോ?
ജോണിക്കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് കഴിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു മാള് കൊണ്ട് കാണിച്ചു കൊടുത്ത് കിട്ടി. എളുപ്പമായിരുന്നു മാളു. എവിടെയാ തൊട്ടടുത്തായിരുന്നോ? അത് തന്നെ കയറിപ്പോക്കൊള്ളേ, തിരിച്ചു വഴി കിട്ടൂലോ അല്ലേ? നേരെ പോകുമ്പോൾ മറ്റേ ഡ്രസ്സുകൾ കിടക്കും, പക്ഷെ പെട്ടെന്ന് തിരുമ്പോഴേക്കും അവിടെ ബാത്റൂം. ചക്കി ഷോപ്പിംഗ് മാള് പണിത വയറിനകത്താ. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വയറിൽ ബിൽഡപ്പ് ചെയ്യണപ്പോൾ അവൾ ചുമ്മാ പറഞ്ഞേ. അപ്പൊ ചക്കി ആദ്യം ഡേർട്ട്, ബേസ്, എന്നിട്ട് ഗ്രാസ്, എന്നിട്ട് വീട് ബിൽഡ് ചെയ്തോണ്ടിരിക്കല്ലേ. ഞാൻ എൻ്റെ ബേസ് ഇപ്പൊ കഴിഞ്ഞോളൂ. ഇതാണ് 4ാമത്തെ പാത്രം കൂടെ. അവരൊത്തിരി ഹാപ്പി ആയിരിക്കും. ബുഫെ ശരിക്കും വർത്തായെന്ന് വിചാരിച്ചോളൂ. കഴിഞ്ഞപ്പോ ചെറിയൊരു ആശ്വാസമായോ? കളിച്ചിട്ട് കുട്ടി ഇവിടെ എല്ലാം തകർത്തിട്ട് ആദ്യം വെള്ളം ഒഴിച്ചത്, പിന്നെ താഴെ ചിപ്സ് എന്താക്കി തുടച്ചിട്ട് വേണം നമുക്ക് പോകാൻ. എന്തിനാ കുട്ടി ഇങ്ങനെ എല്ലാം എടുത്തു? ഇതുകൊണ്ടൊക്കെയാ റെസ്റ്റോറൻറ്റിൽ പിള്ളേരെ കേട്ടില്ലാത്തത്. അയ്യോ വലിയൊന്നും പൊക്കണ്ട. കൈ കാണിച്ചു. ഒരു കോർണറിൽ ഇങ്ങനെ കിഡ്സിന് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ കുറച്ച് നേരം ഇരുത്തി ഒന്ന്. ഇനി അടുത്ത് എവിടെ പോകുന്നത് നമ്മള്? കുബൂസിലാണോ? കുബൂസിലെ H&M കയറാം. അത് കഴിഞ്ഞിട്ട് ടൈഗറിൽ കയറിയിട്ട് നമുക്ക് പയ്യെ തിരിച്ചു പോവാം അല്ലേ? ഇരിക്കൂടാ. വളൂര് കയറണോ? വളു സ്റ്റാർട്ട് ചെയ്യണ. ഇതിന്റെ എവിടെയാ പേ ചെയ്യണ്ടേ? പോയിന്റ് ഇടുവാണോ? എനിക്കറിയാം. അധിക സമ്മാനം അഡൾട്ട്സ് വന്നിട്ട് പേര് എക്സ്ട്രാ. വള് പിടിച്ചിരുന്നോട്ടോ. ഓക്കെ, മേ ബി യു ക്യാൻ. അത് കയറിയിരുന്നോടാ. ആ കൊച്ചിന് വേണ്ട. ഓക്കെ, അടുത്ത് നിന്നൊരു പീക്കിരി കൊച്ചാണ്. അപ്പൊ ഇതാട്ടി ഇപ്പൊ അതിനൂടെ കയറിയിരിക്കണം. കൊച്ചു പേടിച്ചേ. കയറിയിരുന്നോടാ. ഇഷ്ടപ്പെട്ടോ? എന്നെ ഇവിടെ സംഭവിക്കണേ. അപ്പൊ ഞാൻ അമ്മയ്ക്കതാ. കൊച്ചിന് വേണോ? ഇരുന്നു. മാളൂരിക്കണായിരുന്നോ? എന്നാ കേറിയിരിക്കേ. ഇതിനകത്തൊരു ചെറിയ തുന്നലുണ്ട്. തണലിലൂടെ കയറുന്നുണ്ടോ? കൊച്ചുമാർക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞിട്ട് പെസക്കുട്ടിയുടെ ഷോപ്പിംഗ് പോലെ. പെസക്കുട്ടി എല്ലാത്തിനും കയറി ഇറങ്ങി. അവനെ ബൈക്കേൽ ഒന്നുകൂടി എത്തിക്കപ്പാ. കാണട്ടെ. ഓ ഓ അവൻ ബൈക്കേൽ കയറായില്ല. ഓക്കെ അപ്പൊ നമുക്ക് ജോണിക്കുട്ടി റൈഡ് ചെയ്തോ പോയാലോ? നമുക്ക് നേരെ വാസയ്ക്ക് വിട്ടാലോ? അവൻ വരുന്നില്ലെന്നേ. വാ മോനെ ചക്കി വാ. ഇപ്പൊ കറക്റ്റ് 3 മണിയായി. നമ്മൾ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു പ്ലാന്. 5 മണി വന്നത് ലേറ്റ് ആയിട്ടാണല്ലോ അല്ലേ? മാളു ഓക്കെ ഓക്കെ. ഓ എനിക്കിതാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. നല്ല ക്യൂട്ടായിട്ടുണ്ട് മാളു. ചക്കിക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇടുമ്പോ. ഓക്കെ നേവി ബ്ലൂ ഫിറ്റഡ് ആയിട്ടുള്ള ടോപ്പ്. ഓക്കെ വെയിറ്റ് ചെയ്യാം. അവര് പോട്ടെ. ഇതിന്റെ അകത്ത് ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ടോപ്പ് ഇടായിരുന്നു. നമ്മൾ ഇടാനുള്ളതിന്റെ എല്ലാം ഇവിടെ നിന്ന് എടുക്കണം. അല്ലാണ്ട് പിന്നെ ഇടാന്ന് പറഞ്ഞിട്ട് പകുതിയായിട്ട് അങ്ങനെ എടുക്കല്ല. പിന്നെ അത് വേസ്റ്റ് ആയി പോകും. ഓക്കെ പിള്ളേര് അത്യാവശ്യം അവർക്ക് ഇഷ്ടപ്പെട്ട 1-2 ചുമ്പ നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ പറ്റില്ല. അവരുടെ ഇഷ്ടത്തിന് തന്നെ അവർക്ക് എടുക്കണം. അപ്പൊ പിന്നെ അവരിടും, അല്ലെങ്കിൽ അവർ ഇടുകയല്ല. അപ്പം ഇനിയിപ്പോൾ പപ്പയ്ക്ക് വല്ലതും എടുക്കണോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ.
ന്യൂയോർക്കറിൽ അത്യാവശ്യം ചീപ്പായിട്ടും നല്ല മോഡലിലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയല്ലേ. ടോപ്പുകളൊക്കെ പിള്ളേർക്ക് അവിടെ നിന്ന് കിട്ടിയ കിഡ്സിൻ്റെ അല്ലെങ്കിലും സൈസ് തീരെ കുഞ്ഞതായിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. അത് തന്നെ. ഇനി ജോൺകുട്ടിക്ക് രണ്ടും തനിയെ നോക്കാം. കുട്ടിയെ എടുത്താൽ കൊണ്ടുവന്ന സ്ട്രോളി ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സാധനം മേടിച്ചിട്ട് ഉന്തിക്കൊണ്ടു പോവാ അല്ലേ. സുഖമായിട്ട് അത് സുഖമായിപ്പോയി. അവനീ എടുത്തോണ്ട് വാ. വാടാ കുട്ടി ബാ. ഇവിടെ വാ. ചേച്ചിമാരും ചേട്ടനൊക്കെ കൂടിയിട്ട് അശക്കുട്ടിക്ക് മേടിച്ചു കൊടുത്ത ടോയ്യാ. കാണിച്ച് നമ്മളെ കുഞ്ഞിന് അവന് ഇഷ്ടമായി. വന്നു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരെല്ലാം മടുത്തു. കുറച്ച് ഐസ്ക്രീം കഴിക്കണം എന്നാണ് പറയുന്നത്. കഴിക്കും, നടന്ന് ദഹിപ്പിക്കും, എന്നിട്ട് അടുത്ത പരിപാടി അല്ലേ. ചക്കിക്ക് തന്നെ ഐസ്ക്രീം വേണ്ടേ? അടുത്തോ? സ്ട്രോബെറിയാണ് ചക്കിക്ക് വേണ്ടതെന്ന് പറഞ്ഞത്. മാളു ഏതെടുത്തേ? ജോൺകുട്ടിയോ? ചോക്ലേറ്റ്. കളയല്ല പോനെ, എൻ്റെ ഇത് ഉരുണ്ടിയായിട്ട് പോകും. യശുക്കുട്ടി എന്നെ കഴിക്കട്ടെ. യശുക്കുട്ടി എല്ലാം കൂടെ ഒരുമിച്ച് അയച്ച്. നല്ലതാണോ? ഡയറ്റ് ചെയ്യുന്ന മമ്മയ്ക്ക് വെള്ളം, അടുത്തിരുന്ന പിള്ളേരെ ഐസ്ക്രീം. എങ്ങനെയുണ്ട് ഐസ്ക്രീം? എങ്ങനെയുണ്ട് ചക്കി? എന്നാ നമ്മൾ സാധാരണ അവിടെ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീമിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടോ? ഇച്ചിരി അത്രയും പോരാ അല്ലേ? ഫ്രഷ് ആയിട്ട് നമ്മൾ അല്ലാണ്ടുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന നല്ലത്. ഇവൻ സൈസിന്റെ കാര്യം പറയണം, നമ്മൾ ടേസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലേ. ഓക്കെ, മമ്മ ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്. റെഡി ആകുമ്പോൾ ഒരു അവിടെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. തീന്ന് കുടിച്ചോ. ഞാനൊരു ഐസ്ഡ് ലാറ്റെ വാങ്ങി കേട്ടോ. എന്നിട്ട് 600 സെന്റ് കൊടുക്കണം. ഒരു സെൻസും ഇല്ല. പിന്നെ കാപ്പിടും പൈസ പോകും. വെറുതെ പൈസ പോകല്ലേ. പിള്ളേരുടെ തോട്ട്സ് ഒക്കെ പോണ വഴി. വെള്ളം കുടിച്ചാൽ ഇതുപോലെ ഐസ് സാധനം തിന്നുമ്പോൾ വെള്ളം കുടിക്കുവാണെങ്കിൽ ഭയങ്കര വെള്ളം ഫ്രീ ആണ്. വെള്ളം ഫ്രീ ആണ്. വെള്ളം എടുക്കാം. മമ്മ വെള്ളം എടുത്തരാം. മതി മമ്മ. ഇനി പെട്ടെന്ന് ജസ്റ്റ് ടൈഗർ നോക്കാം, അങ്ങനെ നമുക്ക് വീട്ടിൽ പോകാം. ഓവറോൾ നല്ല ദിവസമായിരുന്നു. അതെ, ഇത്രയും നേരം അവന് ഓടിച്ചിട്ടിട്ട് അവസാനം ഇപ്പൊ തന്നെ അവനെ സ്ക്രീൻ വെച്ചിരുത്തിയൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കണൊക്കെ. നമ്മുടെ പുളിസു നിന്റെ വിചാരം തന്നെ ഫുള്ള് കാണിക്കുന്ന. ഞങ്ങൾ ഓടി ഓടി മടുത്തു. അവസാനം അവനെ കുറച്ചു നേരം എൻഗേജ്മെന്റ് ഇരുത്താൻ വേണ്ടിട്ട് ചോദിച്ചു കൊടുത്തേക്കുവാണേ. എന്റെ കോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് അവന് കുഞ്ഞു മിനി കോൺ ആവും. ഐസ്ക്രീം പോലെയാണ് അറിയില്ലേ? ഐസ്ക്രീം ഇത് ഞാൻ പോസ്റ്റ് കേട്ടോ. ഐസ്ക്രീം ജോണിക്കുട്ടി ഫുള്ള് കഴിപ്പ് കഴിഞ്ഞിട്ട് എന്നാണ് നീ എന്നോട് പറഞ്ഞേ? സ്നാക്ക് പോലെ വാങ്ങിപ്പോയില്ല. എന്ത് പറയാനോ എനിക്ക് വാങ്ങില്ല. തരില്ലെന്ന്. ഓ, എന്നിങ്ങനെ ഫുഡ് ഒന്നും മടുപ്പിക്കരുതല്ലേ. യശുക്കുട്ടി ഇവിടെ ഇച്ചിരി ഫുഡൊക്കെ ആക്കി. നമുക്ക് ഉടുപ്പ് മാറണമെങ്കിൽ മാറായിരുന്നു. പക്ഷേ ആശാൻ വേസയിൽ പോയിട്ട് വേസയിൽ അപ്പിയിടുകയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്ത ഡയപ്പർ നനഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാറ്റേണ്ട വന്നില്ല. പൊല്യൂഷൻ്റെ ഓടിച്ച് പോവാണോ? ബൈക്ക് ഓടിച്ച് പോവാണോ? പറപ്പിച്ചു വിട്ടോ. ആ ചേട്ടൻ നോക്കിയോ കൊച്ചിനെ? ചേട്ടൻ നോക്കുവാണ്. ഓടിച്ചു തരണം എങ്ങനെയെന്ന് കാണിച്ചു തരുക. ഓടിക്കണ കാണിച്ചു തരുക. കൊച്ചു പഠിച്ചോ. ജേർണൽ എഴുതാൻ അറിയില്ലാത്ത മമ്മേനെ ജേർണൽ എഴുതാൻ പഠിപ്പിക്കുമോ മാളു? മാളു പറയണത് ഇതെടുത്ത് നമ്മൾ ജേർണൽ എഴുതാൻ തുടങ്ങിയാൽ നല്ലതാണ്. ഓരോ ദിവസം ഇന്നത്തെ ഗ്രേറ്റ്ഫുൾ അച്ചീവ്മെന്റ്. പക്ഷെ മമ്മ കാണുന്നത് ഇത് എടുക്കുന്ന സമയം കൂടെ മമ്മയ്ക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം, എന്തുവരും ചെയ്യാന്നാ. എഴുതുന്ന ടൈം കൂടെ എവിടെയെങ്കിലും ഉപയോഗിക്കാന്ന് അമ്മ ഓർക്കുന്നത്. ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ വേണ്ട ജസ്റ്റ് ഐഡിയ പാർക്കിനോട് ബൈ ബൈ പറഞ്ഞു പോവാ അല്ലേ. എന്നാ ചോക്കി കയ്യിൽ വലിയ പൊതിക്കെട്ടൊക്കെ ആണല്ലോ. എൻ്റെ ഒക്കെ ഉണ്ടല്ലോ. മറന്നു. വണ്ടി പാർക്ക് ചെയ്ത് എവിടെയാന്ന് ഓർക്കുന്നുണ്ടോ?
പിള്ളേര് 3 പേരും കൂടുതലുള്ളതുകൊണ്ട് നല്ല സൗകര്യം കേട്ടോ. ഞാൻ മറന്നു പോണ കാര്യങ്ങളൊക്കെ ഇവർക്ക് കറക്റ്റായിട്ട് വഴി ദിക്ക് ദിശ ഒക്കെ ഇവർക്ക് നല്ല ദിശയാണ്. ഞാൻ കിളി പോയി നടക്കുവാണെങ്കിലും. ഹാപ്പി ആയിരുന്നോ മൊത്തത്തില്? അടിപൊളി പൈവ ആയിരുന്നു. എന്താ അടിപൊളി പൈവ ആയിരുന്നു ജോൺകുട്ടി? ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നോ? ചക്കിക്ക് എങ്ങനെയുണ്ട്? ആണോ? സാധനങ്ങൾ പിള്ളേരുടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്കത് നേരെ കയ്യിൽ വണ്ടിക്ക് അകത്തേക്ക് എടുക്കണം. ഇപ്പൊ നമ്മളൊന്നും അഴിച്ചെടുക്കുന്നില്ല ജോൺകുട്ടി. അവൻ സമ്മതിക്കണില്ല. അപ്പൊ എല്ലാം ഡിക്കിലോട്ട് കയറ്റി വെച്ചോ. ഇന്ന് ടി വി കാണിച്ചു കൊടുക്കണു, വേറൊരു സൈഡിൽ നിന്ന് ബെൽറ്റ് ഇടുന്നു, ഒരാള് ചെരുപ്പ് ഊരുന്നു. പുള്ളിയുടെ എടാ കുട്ടി, നീ ഇച്ചിരിയോടെ വർത്താനം പറഞ്ഞോണം വരെ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോ നിനക്ക് ഓണമായിരിക്കും. ഓണം നിന്റെ ഈ വാശിയൊന്നും സാധിച്ചു തരില്ലേ പിന്നെ. ഇനി പറ്റത്തില്ല. ഇനി അമ്മ ആപ്പിള് കട്ട് ചെയ്ത് തരാമേ. കുഞ്ഞു പീസ് കൊടുത്താൽ കേട്ടോ അപ്പാ. ആപ്പിള് വേണോ? തരാം, കട്ട് ചെയ്ത് തരാവേ. തരാം. കുറച്ച് ഫ്രഷ് എയർ വരട്ടെ. അപ്പൊ എന്നെ തന്നേ ആപ്പ തരാന്നേ. ആപ്പാന്ന് പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നേ. നിക്ക് കട്ട് ചെയ്യട്ടെ. അമ്മ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് തരാന്ന്. തൊലി കളയട്ടെ. ബെൽറ്റ് എല്ലാരും ഇട്ടോ? ഇന്ന ആപ്പാ. ഓ ആപ്പാ. നേരെ ഇരിക്കേ, കാല് നേരെ വെക്കാ. കുട്ടി നേരെ ഇരുന്നേ. ഗുഡ് ബോയ്. നല്ല അനുസരണ കേട്ടോ. പഠിച്ചു. ഫ്രഷ് എയർ. അയ്യോ അതെ. ഇനിയിപ്പോ നമ്മള് 1 hour കൊണ്ട് വീട്ടിൽ ചെല്ലും കേട്ടോ. ഇന്ന് നമ്മളൊട്ട് ഹറിയല്ല, കാരണം ഞാൻ ഫ്രീ ആണ്, പിള്ളേര് ഫ്രീ ആണ്. ടൈഗറിൽ നമ്മൾ ഇറങ്ങി ഓടി. കാരണം എസക്കുട്ടീനെ കൊണ്ട്, എസക്കുട്ടിക്ക് എന്തിനാ അങ്ങനെ ബളം കൂട്ടുന്നതെന്ന് പോലെ നമുക്കറിയില്ലായിരുന്നു. അതേ വരുന്നു. അവന്റെ കയ്യില് 10 എണ്ണം വേണം. അയ്യോ ക്രാക്കർസ് ഇരിപ്പുണ്ട്. വാട്ട് എ ഫാന്റാസ്റ്റിക് ഡേ. നിങ്ങൾക്ക് എന്നാ തോന്നുന്നു പിള്ളേരെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച്? വെരി നൈസ്. ആക്ച്വലി ഹാൻഡ് ഷൈൻ എടുക്കായിരുന്നു. ഓ സ്റ്റിൽ സംതിങ് മിസ്സിംഗ് ആണോ മോളു? എല്ലാ ഇഷ്ടങ്ങളും ചെയ്തിട്ട് എന്തോ ഒരു സാധനം കഴിത്തല്ല. ആര് പോലെ ബെൽറ്റ് ഇട്. കൊച്ചു ബെൽറ്റ് ഇട്ടിട്ടില്ലേ? ഓ പുള്ളി പാട്ടൊക്കെ തുടങ്ങിയ. 2 കയ്യിലും ആപ്പിളൊക്കെ പിടിച്ച്. എല്ലാ ആപ്പിളും എത്ര ആപ്പിളാണ് കയ്യില്? എന്റെ അത് തരത്തില്ല. ബെൽറ്റിന്റെ ബെൽറ്റ് ഇട്ടിട്ടില്ലേ? മറ്റേ മേളിക്കൂടി ഇറങ്ങണ്ടേ? നമ്മള് ലൈറ്റ് ആയിട്ടായിരിക്കും വീട്ടിൽ എത്തോളൂ. നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ എത്ര മണിയാ കാണിക്കുന്നേ? വെച്ചോ? എനിക്ക് വയ്യ. ഫസ്റ്റ് ടൈം അല്ല ഇത്രയും മെനി അവേഴ്സ് പപ്പയിലാണ്ട് ഞാൻ നിങ്ങളെയും കൊണ്ട്, എല്ലാരെയും കൊണ്ട്. മറ്റേ നമ്മള് UK പോയത് കൂട്ടാതെ പപ്പേനെ എടുത്തോണ്ട് പോകണം. ബിക്കോസ് കുട്ടി നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ഫാമിലി വേണം കുട്ടീനെ മാനേജ് ചെയ്യാൻ. പപ്പേനെ ശരിക്കും മിസ് ചെയ്തു അല്ലേ? ഇവരുടെ ആളാമിത് ഓരോരുത്തരുടെയും തപ്പി എന്റെയും തപ്പി കൊച്ചിനെയും വെച്ചോണ്ട് വലിയ പാടായിരുന്നു. പിന്നെ പപ്പയ്ക്ക് ഇഷ്ടപ്പെടുന്ന മേടിക്കണെങ്കിൽ പപ്പ ഭയങ്കരമായിട്ട് മേടിക്കാൻ പറഞ്ഞ സാധനം പോലും മേടിച്ചില്ല. ഫാബ്രിക്, കണ്ടീഷണർ, പിന്നെ ട്രാഷ് ബിൻ വേണമെന്നുള്ള. അതിനിപ്പോ പിന്നെ വല്ല നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ്? ഇവരെ പറഞ്ഞ കേട്ടോ. ഇച്ചിരി ഓളി കൂട്ടി വെച്ചോ. ആരാടാ അത്? ഫസ്റ്റ് എക്സിറ്റ്. ഫുഡ് മസാജ് ആണോ? ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിലാണ്. ഇവിടുന്ന് ഫസ്റ്റ് എക്സിറ്റ് അല്ലേ അപ്പൊ? ഓക്കെ ലെറ്റ്സ് ഗോ. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ? അതിനിടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ നിർത്തണോ? ജ്യൂസ് വേണോ? അല്ല, ലൈം ജ്യൂസിന് ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ, എങ്ങോട്ടാ? ഫസ്റ്റ് എക്സിറ്റ്.
ഈ കാണുന്ന ഐഡിയ പാർക്കിലാണ് നമ്മൾ വന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ലുലു മാളിൽ പോണ ഒരു സെറ്റപ്പ് ആട്ടോ. വാസേന്ന് ഇവിടം വരെ വരണം. നമ്മൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി വലിയൊരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് മാളിൽ പോണ ഒരു വൈബിന് വേണ്ടിയിട്ട്. നമുക്ക് വാസയിലുണ്ട്, പക്ഷെ ഇതൊരു കുഞ്ഞൊരു സ്ഥലമാണ്. ഒരുപാട് സെലക്ഷനും സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ ഭയങ്കര വലുതും അല്ലേ, ഫുൾ ഓഫുള്ള. നമ്മുടെ ഇവിടെ വാസയിന്ന് കൊളീഗ്സ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ അവര് പോരാറുണ്ട് കേട്ടോ. ഇവിടുത്തുകാരാൾക്കാര് അവരെല്ലാരും തന്നെ വരുന്നത്. തൊട്ടടുത്തുള്ള ഒരു വലിയ ഷോപ്പിംഗ് മാൾ എന്ന് പറയുന്നത് ഇതാണ്. എസക്കുട്ടി പാട്ട് വെച്ച് കഴിഞ്ഞാൽ എസക്കുട്ടി പിന്നെ ഫ്ലാറ്റ് ആട്ടോ. പുള്ളിയുടെ വീക്ക്നെസ് ആ. പുള്ളിക്ക് പിന്നെ ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റില്ല. വെള്ളം വേണോ? തരാം. റോഡ് പണി നടക്കുക കണ്ടോ? സമ്മറില് ചാറൊക്കെ പൊളിച്ച് സമ്മർ ടയറിന് വേണ്ടിയിട്ട് സെറ്റ് ആക്കുന്നതാണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. എന്നാ അല്ലേ, ഫുള്ള് തീയിട്ട് പുകച്ച് കരിച്ച് ചെത്തിയെടുത്ത് ടാറൊക്കെ ഒഴിച്ച് അസ്ഫാൾട്ട് തീ. അയ്യോ, തീ കത്തുന്ന നോക്കിയേ. ടാറ് കണ്ടോ? തീ കത്തിക്കുന്നുണ്ടോ? ടാറ് ഒരുക്കി ഒഴിക്കുന്നേ. വെരി ഇൻട്രസ്റ്റിംഗ്. കൊള്ളാം. അമ്മ വീട്ടിൽ നിന്ന് കുക്കുംബർ ഉണ്ടെന്ന്. വെരി ഹെൽത്തി. രാത്രി 7:45. സൂര്യൻ തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്നു. രാത്രി 7:45 എന്ന് പറയുമോ? പക്ഷെ ഫില്ലൻഡിൽ പറയും. വീടെത്തി. ഇനി എന്താണ് പരിപാടി? മൂവി കാണും. യെസ്, പിള്ളേർക്ക് ആ വാട്ടർ ഗൺ ഫൈറ്റ് മാത്രം എനർജി എവിടെ ഇരിക്കണേന്ന് എനിക്ക് മനസ്സിലാകാത്ത ഒരു ഷെയ്ഡോ ഇല്ലേ? ഇല്ല, ഉണ്ട്. വെക്കേഷൻ ആണല്ലോ. ഓക്കെ, ചക്കിക്ക് ഒരു ഫ്രണ്ട്സിനൊപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ എല്ലാവരും ഇപ്പോഴത്തെ വീഡിയോസ് ഇറങ്ങാൻ. അപ്പൊ ചക്കി ഇതുപോലത്തെ ആദ്യത്തെ പ്രാവശ്യം ചെയ്യാൻ പോവാ. അതുപോലെ പറഞ്ഞു ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യവും കംഫർട്ടും അല്ലേ. നമ്മളിവിടെ സമ്മർ ആയി കഴിയുമ്പം ചൂട് കൂടുതൽ, അതും നല്ല പൊള്ളുന്ന പോലത്തെ ചൂടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ചേരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്നത്. നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായുള്ളൂ. അതിന് മുന്നേ ഷോർട്ട്സ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. അത് ഇത് ജംപ് സ്യൂട്ട് ഇല്ല, അതിന്റെ മോഡലുള്ള ഷോർട്ടാണത്. അത് സ്കേർട്ട് അല്ല ആക്ച്വലി. അത് താഴേക്ക് ട്രൗസർ പോലത്തെയാ. ഇങ്ങനെ ക്ലോസ്ഡ് ആണ് അവിടെ. അത് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. അതായത് മാളും ചക്കിയൊക്കെ ജീൻസ് ഇതൊക്കെ ഇടാൻ ഇട്ടേക്കണേ. പിള്ളേർ കംഫർട്ടബിൾ, അവർക്ക് ഇഷ്ടമുള്ള അവരിട്ടിട്ട് വരുന്നു. അവരോട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നു. അപ്പൊ നിങ്ങൾക്കും അതുപോലെ ഷോപ്പിംഗ് എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെ വാങ്ങിച്ചു ചക്കി? ആദ്യത്തെ ഞാൻ ഡ്രസ് ഇതുപോലത്തെ മേടിച്ചു. ചക്കിക്ക് മാളിനുണ്ടോ? മാളിക്കുമുണ്ട്, പക്ഷെ ഡിഫറെന്റ് കളർ വേറെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലത്തെ ടോപ്പ് കിട്ടി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. ഇതൊക്കെയാണ് കുറവാണ്. അത് കഴിഞ്ഞിട്ട് പൈസ പരീക്ഷിച്ചില്ല. എന്നിട്ട് ഫോൺ കേസിനകത്ത് സ്റ്റിക്കർ പേരൊക്കെ ഇടാൻ പറ്റും. ഇതുപോലത്തെ ഷോർട്സ് ബൈക്കർ ഷോർട്സ് ആണോ? തിരിച്ചു വെക്കിയത് ഒരു കൊച്ചു മടുത്തുണ്ടോ? ഓവർ സൈസ് അല്ലേ? കൈ വാഷ് ചെയ്ത നീ അതവിടെ വെച്ച് നിന്റെ കയ്യില് കളറും ചെളിയുണ്ട്. നീ കൈ സോപ്പിട്ട് കഴിക്കേ. ഡ്രസ് എന്നിട്ട് ചക്കിക്കുള്ള സെയിം പക്ഷെ ബ്ലൂ കളറില്. ഓക്കെ, ഇങ്ങനെ അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാം വൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത് അല്ലേ? അതിന് അതുപോലെ ശരിക്കും കഴിയുക. അതിന് വെള്ളമുണ്ട് കയ്യിൽ ഇപ്പോഴും, സ്റ്റിൽ വെള്ളമുണ്ട്. അത് പോയി ഡ്രൈ ആക്ക. എസക്കൂടെ സെയിം കളറാണല്ലോ. ചക്കി എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ചക്കി. അത് മമ്മ മൊത്തം ഇറങ്ങി പോവല്ലോ.
ലൂസ് ഫിറ്റ് കിടക്കട്ടെ. പിന്നെ ഇത് എന്റെ ഒരു ഷർട്ട് എന്റെ ജോർട്സ്. യെസ്, ഓഫർ കിട്ടിയിട്ട് അതായത് 4.99 5.99 ആ റേഞ്ചിലൊക്കെ കിട്ടി. മറ്റേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷർട്ട് എടുക്കണമെങ്കിൽ എങ്ങനെ വരും 15-16 യൂറോയൊക്കെ ആവുമല്ലോ ഒരെണ്ണത്തിന്. അവിടെ നമുക്ക് ടോയ് പിന്നെ ടെക്നിക്കലി അത് കണ്ടല്ലോ, ആദ്യമേ കാണിച്ചല്ലോ. പിന്നെ ഇതിന്റെ അകത്ത് വേറെ എന്നായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നെ? ഇത് കണ്ടോ, ഇത് ഞാൻ വാങ്ങിയത് വാട്ടർ ബലൂണ്. ഇതിന്റെ ഇത് 100% കോട്ടന്റെ ഒരു സംഭവം കണ്ടോ. 9 യൂറോ 10 യൂറോയ്ക്ക് ഇത് കിട്ടി. നല്ല കളർ പോവോ? 100% കോട്ടണോ. ഇത് 5 യൂറോയ്ക്ക് കിട്ടി. ഇതും 100% അല്ല, ഇത് പക്ഷെ മൈക്രോ ഫൈബറാ. കുറെ നാളായി നമ്മൾ ദുബായ് ചോക്ലേറ്റിനുള്ള അതിന്റെ ആ സംഭവം ഷീറ്റൊക്കെ മേടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നമുക്ക് അതിന്റെ ക്രീം കിട്ടി. ഇനിയിപ്പോ നമ്മൾ ദുബായ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോട്ടോ. ഇത് എന്റെ ഡ്രസ്. ഈ ഡ്രസ് പിന്നെ പക്ഷേ ഈ ഡ്രസ്സുകളെല്ലാം ജോണിക്കുട്ടി കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മടക്കി വെക്കണം. സെറ്റ് ചെയ്ത് മറ്റേ ഷോർട്സ് പിന്നെ അതൊരു ഡ്രസ് നൈറ്റ് ഡ്രസ് പോലത്തെ. കാരണം ഇവിടെ ഡ്രസ്സ് വാങ്ങിച്ചാൽ തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2 മാസം കഴിഞ്ഞാൽ ഇപ്പൊ ഈ വാങ്ങുന്ന ഡ്രസ്സുകളൊന്നും ഇടാൻ നമുക്ക് പറ്റത്തില്ല. ഈ പറയുന്നത് അത് കഴിയുമ്പോഴേക്കും അടുത്ത് തണുപ്പ്. മൂന്ന് 4 ഡ്രസ്സുകള് ഷർട്ട്സുകൾ ചുമ്മാ. ഇത് പിന്നെ നമുക്ക് ഓട്ടോ ഒക്കെ ആകുമ്പോൾ ഒരു ലെയർ അകത്ത് ഇടുന്ന പോലെ ഇടാൻ പറ്റും. ഡ്രസ് അത് കഴിയുമ്പോ വിന്റർ. നല്ല അതിന് 7 യൂറോ. ഇവിടെ എല്ലാം വൈറ്റ്. ജോണിക്കുട്ടിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വൈറ്റും ബ്ലാക്കും ആണ്. ഈ വൈറ്റ് എല്ലാവരുടെയും കൂടി ഒരുമിച്ചിട്ട് നല്ല വൈറ്റിന്റെ കൂടി അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ കളർ എന്തേലും ആക്സിഡന്റിൽ മിസ്സായി പോയാൽ തീർന്നു. അപ്പോൾ ഈ കുപ്പി എടുത്ത് അങ്ങോട്ട് വെക്കാം. അപ്പോൾ സീറ്റയിൽ വെള്ളം വീഴും. ചക്കി കുപ്പി എടുത്ത് അവിടെ വെച്ചേരാ. ആക്ച്വലി ഇത് നോർമലായിട്ട് സമ്മറിൽ ഇടുന്ന ഡ്രസ്സാണ് ആക്ച്വലി. അത് ഇത് ചുമ്മാ ഫോട്ടോ ഞാൻ അന്ന് ഓക്കെ ഇവർ ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഞാൻ വന്നപ്പം ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ പക്ഷെ വിചാരിച്ചില്ല ചേച്ചി വേഗം കൊണ്ട് ഷോർട്സ് ആക്കി പോസ്റ്റ് ചെയ്യുന്നുള്ള എനിക്കറിയത്തില്ല. എന്നെ കളിയാക്കിയായിട്ടാണ് ഞാൻ വിചാരിച്ചത്. അതൊക്കെ തമാശ പറഞ്ഞാൽ ഞാൻ ഓർത്തത്. അതാ ഞാൻ കളിയാക്കി എന്നുള്ള രീതി ഞാൻ പിടങ്ങി പോകുന്നുള്ളൂ. നേരെ ഷോർട്സ് ഇട്ട് നാട്ടുകാരുടെ മുഴുവൻ ചീത്തകളിയായിരിക്കട്ടെ. ചെറിയൊരു സുഖല്ലേ. അപ്പൊ നമ്മുടെ ഡിന്നർ ഇതാട്ടോ. ഞാൻ ഇന്നിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബേബിക്ക് നമ്മള് ഫുഡ് കൊടുത്തപ്പോ അതിൻ്റെ അത് ചിക്കന്റെ പീസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചു, എഗ് വൈറ്റ് കഴിച്ചു, സാലഡ് കഴിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവർ ഐസ്ക്രീം കഴിച്ചപ്പോൾ ഞാൻ ഒരു ലാത്തേ കുടിച്ചായിരുന്നു. പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. ആ ഒരു കുക്കുംബർ കഴിച്ചതേ ഉള്ളല്ലോ. അപ്പം ഡിന്നർ നമ്മൾ എന്നാ വെച്ചാൽ എന്നാ മോനെ ഡിന്നർ നമ്മൾ കറക്റ്റ് ടൈമിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി നന്നായിട്ട് വിശക്കും. അപ്പം പിന്നെ നമ്മൾ എന്തെങ്കിലും ചീറ്റ് മീലിലോട്ട് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞേക്കുന്നത്, അതായത് ഫിഷ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കിൻവ ഉണ്ടായിരുന്നു, ഉപ്പിട്ട് ബോയിൽ ചെയ്താട്ടോ. പിന്നെ നമ്മുടെ ഫ്രഷ് വെജ് സാലഡ് നമ്മൾ ഉണ്ടാക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഡിന്നറിന് എടുക്കുന്നത്. സോസ് ഉണ്ട്, പക്ഷെ എനിക്ക് സോസ് കഴിക്കാൻ തോന്നുന്നില്ല. അതുപോലെ ആരുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നേ, ചുക്ക് കൊച്ചിനെ എടുക്കുന്നില്ല. ആക്ച്വലി ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന ഷോർട്ട് സമയങ്ങളിലേ ഉള്ളൂ. ഇവിടെ പിള്ളേരെ കൊച്ചിനെ എടുക്കാൻ വേണ്ടി പിടിവലിയാണ്. സത്യം, ഞാനത് പറയാൻ വരും. ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവര്, എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം ഇവരിതുപോലെ, പക്ഷെ അവർക്ക് അത്രയും കൊതിയാണ്, അത്രയും ഇഷ്ടമാണ്, അവനും ഇഷ്ടമാണ്. പിന്നെ ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇവരെ എടുത്തോണ്ട് ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അപ്പൊ അവരെടുക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് കാണിക്കുന്നത്. പിന്നെ വീഡിയോ ശ്രദ്ധിച്ചറിയാം, മാക്സിമം പോയാൽ അരമണിക്കൂറൊക്കെ അല്ലുള്ളൂ ഒരു ദിവസത്തിലെ. ബാക്കിയുള്ള സമയം മുഴുവൻ ചെറിയ പിള്ളേർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത്രയും അതായത് ടോട്ടലർ ഒരു സെറ്റപ്പിലോട്ടായ ബേബി ആണല്ലോ നമ്മുടെ. അപ്പൊ അവന് അത്രയും ഒരു ദിവസം മുഴുവനൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് പാരന്റ്സ് തന്നെയാണ്, നമ്മൾ തന്നെയാണ്. പിന്നെ മാള് കൂടുതൽ ടേക്ക് കെയർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ധൈര്യമായിട്ട് വിശ്വസിച്ച് നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ മാളും ആകുമ്പോൾ അത്ര മാളുവിന് അത്ര കുറച്ചുകൂടെ കാര്യം അറിയാവുന്നത് കൊണ്ട് കാര്യമുണ്ട്. മറ്റൊരു ചെറിയ പിള്ളേരാണ്, എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യും. പറഞ്ഞു ചെയ്യിപ്പിക്കുന്നൊന്നും അല്ല, അവര് വന്ന് ചാടി എടുക്കുന്നതാണ്. ആക്ച്വലി മാളു ആണെങ്കിൽ ആർക്കും കൊടുക്കത്തില്ല. സത്യം, ചക്കയ്ക്ക് കൊടുക്കില്ല, ജോഡിക്കുട്ടി കൊടുക്കും, ഞങ്ങൾക്ക് ആർക്കും തരത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ പരമാവധി കുറച്ചൊക്കെ ഇത് കണ്ടിട്ട് നമുക്കറിയാം നമ്മളാണ് അവന്റെ പേരൻസ് ഉള്ളത്. ഇവര് 4 പേരും നമ്മുടെ മക്കളാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ അവരെ തൊടാനും പിടിക്കാനും സമ്മതിക്കാതെ അയ്യോ മാറ് കൊച്ചു അങ്ങനെ നമ്മൾ ചെയ്യല. കാരണം അവര് തമ്മിലുള്ള ഒരു ബോണ്ട്, സ്നേഹം വരണമെങ്കിൽ അവര് തമ്മിൽ പരസ്പരം ഫീൽ ചെയ്യണം. അതിന് നമ്മൾ അവസരം കൊടുക്കും. ഒരു കുഞ്ഞ് വ്ളോഗായിരുന്നു ഇന്നത്തെ ദിവസം. നല്ല രീതിയിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ വിശേഷം. ഹസക്കുട്ടി തന്റെ ബാക്കിൽ നിന്നുണ്ട്, അവൻ കിട്ടിയൊരു കുഞ്ഞു ടോയ് ആയിട്ട് കളിച്ചോണ്ടിരിപ്പുണ്ട്. അപ്പം നമ്മളിനി ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാൻ പോകുന്നു. ചിലപ്പോ മൂവി കാണും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.